ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു എഗ് ട്രേ വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. നമ്മളൊരു ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ ഫേമസ് ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ എഗ് ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലത്തെ എഗ് ട്രേ പല കളറിലും സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഓഫ് എഗ് ട്രേ ആയാലും മതി. അപ്പോൾ അതും ഇല്ലെങ്കിൽ നമ്മളുടെ എഗ് ഷെല്ല് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാർ അയച്ചു തന്ന നമ്മുടെ പിക്ചേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത വർക്കുകളും നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ FB ഐഡിയിലോട്ടോ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ടോ ജിമെയിൽ ഐഡിയിലോട്ടോ അയച്ചു തരാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ എഗ് ട്രേ എടുക്കുക. എഗ് ട്രേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ എഗ് ട്രേയിൽ കണ്ടോ ഓരോരോ എഗ്ഗ് വെക്കാനുള്ള ഓരോരോ സ്ലോട്ടുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ രണ്ടെണ്ണത്തിൻ്റെ ആണ് ഞാൻ കട്ട് ചെയ്തത്. 2 സ്ലോട്ട് ഉണ്ട്. അതിൽ നിന്ന് ഒന്നിനെ ഞാൻ എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതിനെങ്ങനെ ട്രിം ചെയ്യാണ്. ജസ്റ്റ് അതിനൊരു കോണിക്കൽ ഷേപ്പിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം ലെങ്ത്ത്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു കുറച്ച് അധികം കോൺ ഷേപ്പുകൾ ഇതിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ എഗ് ട്രേ വെച്ചിട്ട് ഒരുപാട് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ കുറച്ചധികം കോൺ ഷേപ്പുകൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സാധനം കൂടി ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ഒരു ഡ്രൈ അറേഞ്ച്മെൻറ്റ്സ് ആകുമ്പോൾ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മ് വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് പേപ്പർ റോൾസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ പേപ്പർ റോൾസ് കുറച്ച് നീളത്തിൽ കിട്ടാനായിട്ട് നമ്മൾ ഈ കോൺ ഷേപ്പിൽ ആയിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് ലെങ്ത് ഉണ്ടാവും. ഈ ഒരു പേപ്പർ കുറച്ച് ലെങ്തിയുമാണ്. അപ്പോൾ കോർണറിൽ നിന്ന് ഞാൻ ചെയ്തിട്ട് ഇവിടെ വെച്ച്, അതായത് അടുത്ത കോർണറിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കണ്ടോ, ഇതുപോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ആ പേപ്പർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നീട് ഞാൻ ആ കട്ട് ചെയ്ത് മാറ്റിയ പേപ്പറും അതേപോലെ തന്നെ കോണാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനോട്ട് കളർ അടിച്ചു കൊടുക്കുകയാണ്. പേപ്പർ റോൾസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് അടിച്ചു കൊടുക്കാം. അക്രിലിക് കളേഴ്സാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പ്രേ പെയിൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു നല്ല ഗ്ലോസി ഇഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് പെയിൻറ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു കമ്പി കയറ്റി കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റിക്കുമ്പോൾ ഞാൻ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കമ്പി കയറ്റിയിട്ടും ഒന്നിൽ ഞാൻ കമ്പി കയറ്റാതെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പലയിടത്തും കമ്പി കയറ്റിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കമ്പി കയറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് കമ്പി വെച്ചിട്ട് റോൾ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് എൻഡ് നമ്മൾ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ആ പേപ്പർ റോളിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് വളച്ചെടുക്കുകയാണ്. വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതിനൊരു വളഞ്ഞ എഫക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കൈകൊണ്ട് അതിനൊന്ന് ചെറുതായി നിവർത്തി എത്രത്തോളം വളഞ്ഞു നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കാം. ഇത് നമ്മൾ കമ്പി വെക്കാത്തതാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വളച്ചു കൊടുക്കാം. ഇതും പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. പക്ഷെ നന്നായിട്ട് അടുപ്പിച്ച് ചുരുട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ആ ബോട്ടിലുമ്പോൾ തന്നെ ചുറ്റിയിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം കേട്ടോ, നേരത്തെ കാണിച്ച പോലെ. പക്ഷേ ഇത് അത്ര അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമ്മുടെ ഫ്ലവർ പോലത്തെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങ് ഓരോന്നിനെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിക്ക് ചെയ്യാം. ഒരു സൈഡിൽ മാത്രം സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 സൈഡിലുമായിട്ട് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇടയിലൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഗ്യാപ്പുകൾ എല്ലാത്തും നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ കോൺ ഷേപ്പിലുള്ളത് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതപ്പോൾ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആക്കിക്കെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ കോൺ ഷേപ്പിൽ ആ ഫ്ലവർ ഓൾറെഡി ബ്ലൂ കളർ ആയതുകൊണ്ട് അതിന് കളറൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറുകളൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ.
നമ്മുടെ ഫ്ലവറിന് എന്ത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ചിലപ്പോൾ നമ്മുടെ എക്ട്രേ പ്ലെയിൻ കളറിലൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് നമ്മളുടെ എക്ട്രയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് കളർ കൊടുക്കാം. എക്സെൽ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനും കളർ കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനം വെച്ചിട്ടും ഈ ഒരു ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. നമ്മുടെ ഈ സ്റ്റെമ്മിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒരു കളർ ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ കൊടുത്തു എന്ന് മാത്രം. വെറുതെ ഒരെണ്ണത്തിൽ ഞാൻ കളർ കൊടുത്തിട്ടും ഒരെണ്ണത്തിൽ കളർ കൊടുക്കാതെയും ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലവർ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിന് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. കുറേ നാൾ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുക്കാം. കണ്ടോ? നല്ല ഭംഗിയില്ലേ? ഇതിങ്ങനെ കുറേ ബഞ്ച് ഓഫ് ഇത് ഉണ്ടാക്കി വെച്ച് നല്ല രസമാണ്. അതുമല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 2 എണ്ണം വെച്ചിട്ട് തന്നെ ഇതുപോലത്തെ കുറച്ച് സ്റ്റെമ്മും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ഫ്ലവർ വേസ്റ്റിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടും ഒരു യുണീക്കായിട്ട് നമുക്ക് ഇരിക്കുന്നതായിരിക്കും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ജസ്റ്റ് ഒരു ഫ്ലവർ വേസിൽ ഞാൻ അറേഞ്ച് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആർട്ടാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.